റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ, ഹൽ ഫിൽ ജന്നത്തി മിൻ ഖൈലിൻ, സ്വർഗ്ഗത്തിൽ നബിയെ കുതിരകളുണ്ടോ എന്ന് ചോദിച്ചു. കുതിരകളുണ്ടോ എന്ന്. ആ വാഹനം ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ചെറിയ മക്കളൊക്കെ ഇപ്പൊ അങ്ങനെയാണ്. ചെറിയ കുട്ടികളൊക്കെ ഒരു 3-4 വയസ്സുള്ള കുട്ടിയൊക്കെ, അപ്പൊ എനിക്ക് ഫെറാരി വാങ്ങണം എന്ന് അങ്ങനെ പറയാം, ലംബോർഗിനി വേണം എന്നൊക്കെ പറയണത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് അങ്ങനെ കേട്ടിട്ടുണ്ടോ കുട്ടികൾ പറയണത്? ഓർക്ക് നമ്മള് ആൾട്ടോ അല്ലെങ്കിൽ സ്വിഫ്റ്റ് ഒന്നല്ല വേണ്ടത്. എന്താ സുബ്ഹാനല്ലാഹ്, ലംബോർഗിനിയൊക്കെ വേണം. എവിടുന്നാ കുട്ടികളൊക്കെ പഠിക്കണമെന്നാവും. വണ്ടികളുമായി, വാഹനവുമായുള്ള ഒരു സ്നേഹബന്ധം എന്തോ ചില ആളുടെ മനസ്സിൽ അല്ലാഹു കൊടുത്തിരിക്കും. അപ്പൊ ഒരാൾ ചോദിച്ചു, നബി അവിടെ കുതിരയുണ്ടോ എന്ന് ചോദിച്ചു. മിൻ ഖൈലിൻ, എന്തിനാ കുതിര? സഞ്ചരിക്കാനാണ്, വാഹനമാണ്. തങ്ങൾ പറഞ്ഞു, ഇദാ അദ്ഖലകല്ലാഹുൽ ജന്ന, നിങ്ങളെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ, അല്ലാഹു നമ്മയൊക്കെ ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലാ തശാഉ അൻ തഹ്മില ഫീഹാ അലാ ഫറസിൻ മിൻ യാഖൂതത്തിൻ ഹംറാഅ തതീറു ബിക ഹൈതു ശിഅത ഇല്ലാ ഫഅൽത. നബി തങ്ങൾ പറയാം, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെ ഒരു മനോഹരമായ യാഖൂതത്തിൻ ഹംറാ, വളരെ മനോഹരമായ ചുവന്ന മരതകത്താലുള്ള ഒരു കുതിരയുടെ പുറത്ത്, തതീറു ബിക ഹൈതു ശിഅത, എവിടെ വേണമെങ്കിലും പറന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഫ്ലൈയിങ് ഹോഴ്സ്, നിങ്ങൾക്ക് പറക്കാൻ കഴിയുന്ന ഒരു കുതിര വേണമെന്ന് ആഗ്രഹിച്ചാൽ ഇല്ലാ ഫഅൽത, നിങ്ങൾക്കത് സാധിക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അവിടെ സഞ്ചരിക്കാൻ വാഹനമുണ്ട് എന്നായി. അപ്പൊ ഒരാൾ ചോദിച്ചു, നബിയെ, ഹൽ ഫിൽ ജന്നത്തി ഇബിലുൻ, അവിടെ ഒട്ടകണ്ടോ നബിയെ? അടുത്ത ആൾ ചോദിച്ചു. ഫലം യഖുൽ ലഹു മാ ഖാലഹു ലിസാഹിബിഹി, നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല എന്നാ. തങ്ങൾ അതിന് മൊത്തത്തിലൊരു മറുപടിയാ പറയാൻ പോകുന്നത്. കാരണം ഇനി അവിടെ ചോദ്യം വരും, നബി അവിടെ കഴുതുണ്ടോ, നബി അവിടെ പൂച്ചണ്ടോ, ഓരോ ചോദ്യം വന്നേക്കും. നബി തങ്ങൾ ഒറ്റയ്ക്കൊരു മറുപടി കൊടുക്കാൻ പോവാൻ. ആ കുതിരയെ സംബന്ധിച്ച് പറഞ്ഞ പോലെ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തില്ല. തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ യുദ്ഖിൽകല്ലാഹുൽ ജന്ന ലക ഫീഹാ മസ്തഹത് നഫ്സുക വലദ്ദത ഐനുക, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള ഭാഗ്യമുണ്ടായാൽ, നിങ്ങളുടെ ശരീരത്തിന് എന്തെല്ലാം ഇഷ്ടമാണോ, വലദ്ദത ഐനുക, നിങ്ങളുടെ കണ്ണിന് എന്തെല്ലാം കണ്ട് ആസ്വാദ്യമാകുമോ അത് മുഴുവനും അവിടെയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വർഗ്ഗലോകത്തെ വിവരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നതല്ലാതെ നമുക്കൊന്നും അതിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. നമുക്കറിയില്ല, അത് മറ്റൊരു ലോകമാണ്. അള്ളാഹു നൽകുന്ന വഹി കൊണ്ടല്ലാതെ സംസാരിക്കാൻ കഴിയില്ല. സ്വർഗ്ഗത്തെ സംബന്ധിച്ച വിവരണമൊക്കെ പറയുമ്പോൾ ഭയങ്കര മനോഹരമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കാർട്ടൂണൊക്കെ, കുട്ടികളുടെ കാർട്ടൂണുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആളുകൾ ഈ ഹദീസുകളുടെ ട്രാൻസ്ലേഷൻ എങ്കിലും വായിച്ചിരിക്കുന്നൊക്കെ തോന്നും. അവർ ചെയ്യുന്ന ചില ഇമാജിനറി പിക്ചറുകളൊക്കെ കാണുമ്പോൾ അവർ ചെയ്യുന്ന ഡിസൈനുകൾ സത്യത്തിൽ സ്വർഗത്തിന്റെ വിവരണത്തെ സംബന്ധിച്ച് പറയപ്പെട്ടതുപോലെ ചില സൂചനകളൊക്കെ കാണാൻ കഴിയും. ഇപ്പോ നരകത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങളൊക്കെ ഭയങ്കരമാണ്. തർമീ ബിശറരിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ, നരകം അതിന്റെ തീജ്വാലകൾ വലിച്ചെറിയും എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രയോഗം എനിക്കിങ്ങനെ തോന്നുന്നു. ഈ കുങ്ഫു പാണ്ട എന്ന് പറഞ്ഞ സംഗതി കണ്ടവരുണ്ടോ? കുങ്ഫു പാണ്ട ഒന്ന് കൈപൊക്കിയാട്ടെ. 2 ആള് 3 ആള്. ഒരു നരകത്തിന്റെ തീയിന്റെ വിവരണം അവിടെ നടക്കുന്നുണ്ട് അല്ലെ. ഒരു ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന ഒരു പുലിയുടെ കഥ പറയുന്നുണ്ട്. തീയിന്റെ വിവരണം, തീയാൽ ഉണ്ടാക്കപ്പെട്ട ഒരു കാരാഗ്രഹത്തിന്റെ തീജ്വാലകൾ വന്ന് വീഴുന്നത്, തീ കൊണ്ടെറിയപ്പെടുന്നത്, അങ്ങനെ ഇത് രക്ഷപ്പെട്ട് ഓടുന്നത്. സുബ്ഹാനല്ലാഹ്, നരകത്തിന്റെ വിവരണം വിശുദ്ധ ഖുർആനിൽ അതിന്റെ ചില ഭാഗങ്ങളൊക്കെ എവിടെയോ ഇവർക്ക് കിട്ടിയതുപോലെ തോന്നിപ്പോകുന്നുണ്ട്. അല്ലാഹു ആലം, അല്ലാഹു ആലം. വിശുദ്ധ ഖുർആൻ വളരെ വളരെ സ്പെസിഫിക് ആയിട്ട് നരകത്തിന്റെ തീജ്വാലകൾ, അതിന്റെ തീപ്പൊരിയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തീ ഗോളങ്ങൾ വന്ന് വീഴുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഖിയാമത്തിന്റെ ആ ഒരു വിവരണങ്ങളൊക്കെ നൽകിയിട്ടുള്ള നമ്മുടെ എന്തായിരുന്നു 2012 എന്ന് പറഞ്ഞിട്ട് അല്ലെ ഒരു അനിമേഷൻ ഇറക്കിയിരുന്നു. ഇദൽ ബിഹാറു ഫുജ്ജിറത് വഇദൽ കവാകിബു ഇൻതസറത് വഇദൽ ബിഹാറു സുജ്ജിറത്, ഭൂമി ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, മനുഷ്യന്മാർ നെട്ടോട്ടം ഓടുന്നത്, വെള്ളം കരയിലേക്ക് ഒഴുകുന്നത്, ഇങ്ങനെ തുടങ്ങി ആ ഖുർആനിന്റെ ഡിസ്ക്രിപ്ഷൻ നേരെ ഒരു വിഷ്വലൈസ് ചെയ്ത പോലെ തോന്നുന്നു. അല്ലാഹു ആലം, അല്ലാഹു ആലം, അല്ലാഹു ആലം. മനുഷ്യർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ലോകത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ വെളിച്ചത്തിൽ വിവരിച്ചു തരികയാണ്. നബി തങ്ങൾക്ക് വരുന്ന വഹയാണിത്. നമ്മുടെ ഒരു കാൽക്കുലേഷനും ഇമാജിനേഷനും അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിവുള്ളതല്ല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഹനം നൽകുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നബി തങ്ങളുടെ മുമ്പിൽ ഒരു ഒട്ടകത്തെ കൊണ്ടുവന്നു, മഖ്തൂമത്തിൻ,
മൂക്ക് കയറി വെച്ചിട്ടുള്ള ഒരു ഒട്ടകം. അവർ പറഞ്ഞു ഹാദിഹി ഫീ സബീലില്ലാഹ്, നബിയെ ഇത് അള്ളാഹുവിന്റെ വഴിക്ക് നിങ്ങൾ ഉപയോഗിച്ചോളൂ നബിയെ. യുദ്ധത്തിന് പോവേണ്ടി വരും, ഇസ്ലാമിന്റെ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യാൻ, നബിയെ ഇത് അള്ളാഹുവിന്റെ വഴിക്കാണ്. فقال رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു ലക ബിഹാ യൗമൽ ഖിയാമ 700 നാഖ കുല്ലുഹാ മഖ്സൂമ, നാളെ പരലോകത്ത് നിങ്ങൾക്ക് 700 ഒട്ടകം, ഈ ഒരു ഒട്ടകത്തിന് പകരം അല്ലാഹു തരും. കുല്ലുഹാ മഖ്സൂമ, എല്ലാറ്റിനെയും മൂക്ക് കയറി വെച്ചിരിക്കും. ഇങ്ങനത്തെ 700 ഒന്നിന് പകരം നാളെ നിങ്ങൾക്ക് അല്ലാഹു നൽകും കേട്ടോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന അദ്ന അഹ്ലിൽ ജന്നതി മൻസില, സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ചില ആളുകൾ, അല്ലദീ യർകബു ഫീ അൽഫിൻ മിൻ ഖദമിഹി മിനൽ വിൽദാനിൽ മുഖല്ലദീൻ അൻ ഖൈലിൻ മിൻ യാഖൂത്തിൻ അഹ്മറ ലഹാ അജ്നിഹത്തുൻ മിനൽ ദഹബ് ഇഖ്റഊ ഇൻ ശിഅ്തും വഇദാ റഅയ്ത തമ്മ റഅയ്ത നഈമൻ വമുൽകൻ അദീമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായി സ്വർഗ്ഗത്തെ വിവരിക്കുകയാണ്. സ്വർഗ്ഗത്തിൽ പോകുന്ന ഒരാൾ 1000 100,000 ആവുമ്പോഴേക്ക് 1,00,000 1000 10 ലക്ഷമായി അല്ലേ? അൽഫ് എത്രയാ? 1000 times 1000 10 ലക്ഷം അല്ലേ? അതെ. അപ്പോ 10 ലക്ഷം പരിചാരകരോടുകൂടെ മിനൽ വിൽദാനിൽ മുഖല്ലദീൻ, ശാശ്വതരായി സ്വർഗ്ഗത്തിൽ താമസിക്കുന്ന മക്കളോടുകൂടെ 10 ലക്ഷം പരിവാരങ്ങളോടുകൂടെ പോകുന്ന ആളാണ് സ്വർഗ്ഗത്തിലെ വളരെ ചെറിയ സ്ഥാനമുള്ള ഒരാൾ. ഇപ്പൊ വലിയ VIP-കളായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരൊക്കെ എന്തായിരിക്കും അവസ്ഥ? സാധാരണക്കാരനെ. സുബ്ഹാനല്ലാഹ്. അൻ ഖൈലിൻ മിൻ യാഖൂതത്തിൻ അഹ്മറ, ചമന്ന മരതക കല്ലുകൾ പോലെ ഉള്ള കുതിരയുടെ പുറത്ത് ലഹാ അജ്നിഹത്തുൻ, അതിന് ചിറകുകളുണ്ട്. ഈ ചിറകുകളുണ്ട് എന്ന് പറഞ്ഞ കുതിരയുടെ സങ്കല്പം നമ്മുടെ ചില കുട്ടികളുടെ അനിമേഷനിൽ കാണും. യൂണിക്കോൺ എന്നാ പറയല്? എന്നാ പറയാറുണ്ടോ? ചിറകുള്ള കുതിരക്ക് ആണോ യൂണിക്കോൺ എന്നാണോ പറയല്? അന്ന് കൈപൊക്കി ആരാ പറയുന്നത് അല്ലേ? അങ്ങനെ പറയാറുണ്ട് മോനെ? അങ്ങനെ പറയോ? യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ എന്താ? ചിറകുള്ള കുതിര അല്ലേ? കുട്ടിക്കറിയാം. സുബ്ഹാനല്ലാഹ്. ആ കുട്ടീന്റെ പ്രായം നമുക്ക് തിരിഞ്ഞിട്ടില്ല. ഇപ്പൊ കുട്ടികളൊക്കെ ഭയങ്കര സംഭവമാണ്. നമുക്ക് പണ്ട് ഫാന്റെ സ്വിച്ച് ഇടാൻ പേടിയായിരുന്നു. കുട്ടികൾ മൊബൈൽ വന്ന് കളിയപ്പോ കളിക്കണത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഈ ടെക്നിക്കൽ ബുദ്ധി വല്ലാതെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനിയുള്ള കാലം ഭയങ്കരമാണ്. നമുക്ക് അങ്ങനെ വലിയ വലിയ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് സൈലന്റ് ആക്കാൻ വരെ അറിയണില്ല. വലിയ ആൾക്കാർ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അടിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞാൽ എന്തെങ്കിലും ഇന്നും സൈലന്റ് ആക്കട്ടെ. സുന്നത്ത് അപ്പോഴും അടിക്കുകയാണ് സുന്നത്ത് നിസ്കാരത്തിൽ. എന്നാലും സലാം വീട്ടിയത് ഓഫ് ചെയ്ത് സൈലന്റ് ആക്കും. അറിയുന്നില്ല. മക്കൾ വാങ്ങിച്ചു കൊടുത്ത മൊബൈലാണ്. എങ്ങനെ ഇതിന്റെ ഓഫ് കുട്ടിയത് എങ്ങനെ ഈ സൗണ്ട് ഓഫ് ആക്കല്? ചെറിയ മക്കളെ എന്തൊക്കെയാ എടുക്കണത്? ഓരോ ഗെയിമുകളും അവർക്ക് വേണ്ടതൊക്കെ വിത്തിൻ സെക്കൻഡ് ടക് ടക് ടക്. സുബ്ഹാനല്ലാഹ്.